ലൂസിഫർ സിനിമ ഇറങ്ങി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു തുക അതിന് കളക്ഷൻ നേടിയതാണ്. അതുപോലെ തന്നെ എമ്പുരാനും. ആ ലൂസിഫറിൽ അഭിനയിച്ചിട്ട് ഇപ്പം വർഷം കുറേയായി, 2018 ഇറങ്ങിയ ഫിലിമാണ്. അതിൻ്റെ പേയ്മെൻറ്റ് ഈ നിമിഷം വരെയും കിട്ടാത്തതുണ്ട്. എനിക്ക് ഈ നിമിഷം വരെ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാലയിലൊരു ഷൂട്ട് നടന്ന് ഒറ്റക്കൊമ്പൻ, അതിന് പോലും വർക്ക് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് സാറ് പറഞ്ഞത്, വർക്കുകളെല്ലാം നമ്മൾ കോർഡിനേറ്ററെ ഏൽപ്പിക്കുന്നു, നമുക്കെല്ലാവരെയും പോയി വിളിക്കാനുള്ള സാഹചര്യമില്ല, അതുകൊണ്ടാണ് അവരാണ് പൈസ കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്തിനാണ് അവർ ഈ വർക്കുകൾ കോർഡിനേറ്ററെ ഏൽപ്പിക്കുന്നത്? ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ അല്ലേ നേരിട്ട് ക്യാമറാമാനെയും പ്രമുഖ ആർട്ടിസ്റ്റുകളെയൊക്കെ ബുക്ക് ചെയ്യുന്നത്? അതുപോലെ എന്തുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ നേരിട്ട് അവർക്ക് വിളിക്കാൻ കഴിയുന്നില്ല? അവർ ഈ ഇടനിലക്കാരെ ഒഴിവാക്കി നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ജില്ലയ്ക്കകത്ത്, തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എന്നല്ല, കേരളത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും അവർക്ക് ആവശ്യമുള്ള ആളിനെ നമ്മൾ വിട്ടുകൊടുക്കാം. പേയ്മെൻറ്റ് നമ്മളെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതാത് ദിവസം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുക. നിരവധി ആൾക്കാരുണ്ട്, അവരൊക്കെ ഒരു നേരത്തെ ആഹാരവും വയസ്സായ ആൾക്കാരാണ്. വസ്ത്രത്തിനും വേണ്ടിയിട്ട്, മരുന്നിന് വേണ്ടിയിട്ടാണ് അവർ ഈ മേഖലയിൽ പറഞ്ഞത്. വലിയ പാസിംഗ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു കപ്പലിൻ്റെ കച്ചവടം, അല്ലെങ്കിൽ പോലീസ് വേഷം, അഡ്വക്കേറ്റ് വേഷം, ഇങ്ങനെ പല വേഷങ്ങൾ ചെയ്യുന്നതാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളില്ലാത്ത ഒരു സിനിമയും ഇന്ന് കേരളത്തിലില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.